സോ ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയാൻ നമ്മുടെ സ്വന്തം ബേബി ഇൻ യെല്ലോ ആയിട്ടുണ്ടോ. ബേബി ഇൻ യെല്ലോയുടെ ദ എക്സിറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് പ്രസ് ഹിയർ ടു സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. കഴിഞ്ഞ ആൾ കണ്ടവർക്ക് അറിയാം. എൻ്റെ അവന് ഗൈസ്, നിങ്ങൾ കഴിഞ്ഞ പാർട്ട് ഇതുവരെ കണ്ടിട്ടില്ലേ, അത് പോയി കാണുക. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ലൈക്ക് തരിക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് കൂടി ചെയ്തോ കേട്ടോ. വീട് മൊത്തം തിരിച്ചു വെച്ച്. ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. എടാ ബേബി ദേ വീട് മൊത്തത്തിൽ തിരിച്ചു വെച്ചു. ഏതാ? ഓക്കെ, ഇനി നമുക്ക് ഇത് കിച്ചൺ. എടാ ബേബി ഇത് മൊത്തം തിരിച്ചു വെച്ചാ. അയ്യോ കുഴപ്പമില്ല. ഓക്കെ, ബേബി അവിടെ സോഫയിൽ ഇരിപ്പുണ്ടോ? കഴിഞ്ഞ വീഡിയോക്കകത്ത് എനിക്ക് സൗണ്ട് കുറച്ച് കുറവായിരുന്നു. അത് വലിയ കാര്യമാക്കണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്കറിയാം പക്ഷേ ഇത് ലൂപ്പ് പോലെയാവും. നമ്മൾ മറ്റേ ഏതെന്ന് സംഭവം അറിയോ? ഇവിടെയോ? ഇതൊക്കെ ലോക്കാണല്ലോ. ഇത് ലൂപ്പ് പോലെയാവും. കാരണം നമ്മൾ ബേബിക്ക് ഇത് കൊടുക്കണം. ബേബിക്ക് നമ്മൾ മറ്റേ ഈ സാധനം ഈ കീ നമുക്ക് ആവശ്യം വരും. ഈ കീ നമുക്ക് ഇവിടെ എങ്ങനെ ഇടാം കേട്ടോ. അല്ല വേണ്ട, ഇത് നമ്മൾ ബേബിക്ക് ഇത് കൊടുക്കുന്നു. ബേബിക്ക് ബോട്ടിൽ കൊടുക്കുന്നു. പിന്നെ ഇത് സ്റ്റോപ്പാവും. പിന്നെ ആ കീ ഇവിടെയാ. ആ കീയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ലിഫ്റ്റായി. ഇവിടുത്തെ കഥകളൊക്കെ മാറി. എവിടെയാണ് അത് മേളിലാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. മേളിൽ എവിടെയെങ്കിലും ആണോ? കീ എവിടെ പോയി? എവിടെ പോയി? നമ്മൾ മേളിൽ ലോക്ക് ഇടില്ല, അതിൻ്റെ ഒരു കീ ആണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ മറ്റേ ഈ ലിസ്റ്റ് വരെ പോകണ്ട. അയ്യോ അവിടെ എന്താ ഇവിടെ? ബ്രോ ഇവിടെ മറ്റേ സൗണ്ട്. അതേടാ ഈ കീ കിട്ടി. ബ്രോ ആടാ ഇത് എവിടെ ആ കീ? ബേബി ബ്രോ മനസ്സിലായി. ഇതെനിക്ക് മനസ്സിലായി. എന്തുണ്ട്, നമ്മൾ ഇനി ലിഫ്റ്റ് കയറി പോകണം. എന്നിട്ട് നമ്മൾ താഴെ പോയിട്ട് നമ്മൾ ലിഫ്റ്റ് കയറി പോയിട്ട് ആ കീ എടുത്തോണ്ട് അത് തുറക്കണം. അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ ഗെയിം മൊത്തം മനസ്സിലായി. എടാ ഇപ്പോഴെല്ലാം മനസ്സിലായി. എടാ എല്ലാം മനസ്സിലായി. പക്ഷെ പരസ്യം എപ്പോഴൊക്കെയാണ് വരുന്നത് നമുക്കറിയില്ല. ഇനി ഇത് തുറക്കണം. ഇത്രേ ഉള്ളൂ. ഡോണ്ട് ലീവോ? എടാ ഇതെനിക്ക് കണ്ടിട്ട് എന്തൊക്കെയോ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു ഹൊറർ ഫീലാണ്. എടാ എന്താ അവിടെ? ഡോറ് തന്നെ അടഞ്ഞു. എടാ നമ്മൾ എന്ത് തൊട്ടാലും പരസ്യം വരും. He's a tired boy. എന്താ ഇത് ലോക്കാ? അപ്പോൾ ഈ വഴിയാണ് പോകേണ്ടത്. ഈ വഴിയാണ് പോകേണ്ടത്. മനസ്സിലായി. ഇനി ഈ ഡോർ തുറക്കണം. ഇവിടെ ബേബിനെ മറ്റേ ഡോറല്ലേ?
പറ്റിയ സ്ഥലമല്ലേ? സമയം ഇപ്പോൾ പിന്നെ സമയം തെറ്റാണോ? സമയം ഇപ്പോൾ എത്ര? 1 കാണിച്ച സമയം നോക്കട്ടെ. 1:30. എടാ ഇത് കുറച്ച് ടഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഈ ബേബി ഇവിടെ ഇരുട്ടായി. ഓക്കെ, ബേബി ഞാൻ അറിയാതെ ആരാ ചെയ്തത്, എനിക്കറിയില്ലായിരുന്നു. അത് തന്നെ ചാടി പോകുന്നത്, ഞാനൊന്നും ചെയ്തില്ല. ടോയ് ബോക്സ് അൺലോക്ക്ഡ്. ഇതെന്താ? ബേബിനെ എടുക്കില്ലെന്നാണ് പറയുന്നത്. ഓ, ഇതൊക്കെ എനിക്ക് അറിയാം. ഓടാടുന്നു. ആ ഇരുട്ടത്തൂടെ ഒക്കെയാണ് വരുന്നത്. ഓ, ബേബി ഭയങ്കര അഡ്വഞ്ചറാണ്. ബേബി ഞാൻ എടുക്കുക. ബേബീനെ വേറെ വഴിയില്ല, ഞാൻ ഇവിടെ ഇടുക. ബേബിനെ എടുക്കുന്നു. അവിടെ ഞാൻ ബേബിനെ എടുക്കുന്നില്ല. ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ ബേബിനെ എടുക്കുന്നില്ല. ഇതെന്താണിത്? ലൂപ്പ് പോലെ. ഇത് വന്ന സ്ഥലത്ത് തന്നെ പിന്നെ കുറേ നേരമായല്ലോ. അവിടെ എന്താണിത്? നമുക്ക് ഈ വഴി പോവാം. ഫെയിൽഡ് വാച്ച്. ഓടാ, ഇതെനിക്കറിയാം. TV നമ്മൾ കാണരുത്. ആ TV നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ TV നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തോറ്റു. എടാ TV നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഗെയിമിനകത്ത് ഒന്നുകൂടെ ആഴം തൊട്ട് വരേണ്ടി വരും. ആഴം തൊട്ടെന്ന് പറയുന്നത് അങ്ങനെയല്ല. എടാ എവിടെ ഇതെന്താ ചെയ്യാ? എന്റെ പൊന്നേടാ, ഇതെന്തത്? അയ്യോ എടാ, ഇത് മൊത്തം TV ആണ് ഇവിടെ. TV ഒരിക്കലും നോക്കല്ലേ. TV നോക്കിയാ എടാ ഇവിടെയൊക്കെ TVയാ. ഇതല്ലേ വഴി? ഇപ്പറ. ഓക്കെ. എടാ ഇവിടെ TVയാ. ഇവിടെയൊക്കെ നിറച്ചും TVയാണ്. TVയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആഴ്ന്നിട്ട് വരേണ്ടി വരും. തീർന്നു തോന്നുന്നേ. തീർന്നു. ബേബി he's a very tired boy. എടാ ത്രോൺ. ഇതെന്താ ഇത്? ഗെയിം വളഞ്ഞു പോന്നേ. ഇത് എക്സിറ്റല്ലേ? അയ്യോ, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. എന്താ ഞാൻ ചെയ്യണ്ടേ? എനിക്കൊന്നും പറ്റുന്നില്ല. റെഡിയായി. ഞാനത് കുറച്ച് പുറകോട്ട് മുമ്പോട്ട് പോയി. ശരിയായി. എടാ പോ. പരസ്യമൊക്കെ എന്തെന്ന് വേറിടുന്നേ. എടാ ഇതെന്താ?
they scared her and she didn't want to stay. അയ്യോ Through long corridors he chased her, round and round inside the palace, in and out of space and sight. I need new friends, more, now another. I'll bring you some, don't worry now. Replied his loving, ഈ വഴി caring mother. എടാ ഇതെന്താണ് ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എടാ ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഓ ബേബിനടുത്ത് ഇങ്ങോട്ടിരുന്നോ വാ ബേബി അയ്യോ ബേബി അപ്പുറത്തേക്ക് പോയെ നല്ല ടഫാണ് നോക്കാം ഇനി ആ എക്സിറ്റും പൊട്ടിച്ചുകൊണ്ട് ബേബി ഒരു ഇതായിട്ട് വരും ബേബിയുടെ ശരിക്കുള്ള രൂപമായിട്ട് വരും ഇതല്ല ഒരു സ്ഥലം എത്തുമ്പോൾ അവിടെ എന്താണ് അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഇതെന്താ ഇത് ലൂപ്പാട്ടാ ഗൈസ് ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി ഇതല്ലേ നമ്മൾ ബേബിനെ ഇങ്ങോട്ട് കിടക്കണം നമുക്ക് കഴിക്കാം പ്ലീസ് അയ്യോടെ ഇതെന്താ ഇതാണ് മെയിൻ ഭാഗം ഇതെത്തുമ്പോഴാണ് എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ളത് ബ്രോ എന്താ റെസ്റ്റോറൻറ്റ് സിമ്പലാ ഇത് അയ്യോടാ ഇതാ ഇതാണ് അയ്യോടാ ഈ വഴിയാ ബേബി വരുന്നേ എന്റെ മോനെ ഗുഡ് നൈറ്റാ ഓക്കെ ഇവിടെ നിന്നും ബേബിയാ എടാ ഇതെന്താടാ ഇവിടെ എത്തുമ്പോൾ എനിക്ക് ചെറിയൊരു ഇതുണ്ട് കേട്ടോ കുഴപ്പമില്ല പ്രസ്റ്റ് വേക്കും ഇതെന്താ ഓക്കെ കണ്ടു ആ സിമ്പിളുണ്ട് എടാ ഇതല്ലേ പിന്നേതാ
ഡോർ പോലത്തെ സിമ്പിളാണ്. ടോർച്ച് വെച്ചോ. മനസ്സിലാവുന്നില്ല. ആ ഇത് തന്നെ എടാ ബേബി. അടി ഇത് എന്തുവാടാ? എനിക്ക് ഇപ്പൊ കിട്ടി. ഇപ്പൊ ഏതാണെന്ന് കിട്ടി എനിക്ക്. ഇപ്പൊ എനിക്ക് ഏതാ ശരി എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ ഇതിലൂടെ വേണ്ട. ഊർക്കോ. ഈ വഴി. എടാ പോടാ അവിടുന്ന്. ഒരു സീരിയസ് കാര്യം നടക്കും. ആ ഈ വഴി. ഒരു സീരിയസ് കാര്യം നടക്കുമ്പോൾ തന്നെ പരസ്യം വരും. ഈ ഗെയിം കളിക്കുമ്പോൾ അതാ പ്രശ്നം. പരസ്യം വരുന്നത്. എന്താ എടാ ഞാൻ ഇവിടെയാ. ഇനി ഇവിടെ നിന്ന് ബേബി വരും. അതെ വന്നു. ഓട്. ഇതേ വൈറ്റ് റാബിറ്റ്. എസ്കേപ്പ്. ഞാൻ ചെറുതായാണോ ബേബി വലുതായാണോ? എക്സിറ്റാ. ഇനി നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഗൈസ് ആദ്യം ഫസ്റ്റ് എനിക്ക് മറ്റേ ബേബിയോടെ ചെറിയൊരു പേടിയൊക്കെ വന്നായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്ക് ആ പേടി മൊത്തത്തിൽ പോയി. ചെറിയൊരു പേടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് Run little rabbit, you are not the only one. There will always be more. Okay, അത്രേ ഉള്ളു. എടാ ഇത് സീനായിരുന്നു കേട്ടോ. അത് എക്സിറ്റ് എന്ന് പറയുന്ന പാർട്ട്. ആക്ട് 3 ദ ക്യാറ്റ്. ഗൈസ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി 1K സബ്സ്ക്രൈബേഴ്സിലൊക്കെ എത്താൻ ഇനി കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് മതി. ഇനി 792 സബ്സ്ക്രൈബേഴ്സ് മതി. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ബ്ലാക്ക് ക്യാറ്റിൻ്റെ ചാപ്റ്ററാണ്. നമുക്ക് അടുത്ത പാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.